let's get away. Seeing all the damage that we need to leave. And if we make it out, it won't be make believe. We'll run all the lights to our getaway. Oh, you're my getaway. Lights when you. Hello guys, welcome back to my channel Ajit Cash Vlog. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും കുറവ് റേറ്റിൽ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സെബ്രോണിക്സിന്റെ സൗണ്ട് ഫെസ്റ്റ് 500 ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഇവനാണ് ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പീക്കർ, പോർട്ടബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പീക്കർ, സെബ്രോണിക്സ് സൗണ്ട് ഫെസ്റ്റ് 500 70 വോൾട്ട് സ്പീക്കർ. ഈ ഒരു ബോക്സിലാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. പാക്കിങ്ങിലാണ് ഈ ഒരു സ്പീക്കർ വന്നിരിക്കുന്നത്. രണ്ട് സൈഡും തെർമോക്കോൾ വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പീക്കർ. അതുപോലെ തന്നെ ബോക്സിൽ ചാർജിങ് കേബിളും ഓക്സ് കേബിളും അതുപോലെ തന്നെ ഒരു മാനുവലും കൊടുത്തിട്ടുണ്ട്. ഇവര് സി ടൈപ്പ് ചാർജിങ് കേബിളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സെബ്രോണിക്സിന്റെ സൗണ്ട് ഫെസ്റ്റ് 570 വോൾട്ട് സ്പീക്കർ. ഈ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ലുക്കാണ് ഇതിന് സെബ്രോണിക്സ് നൽകിയിരിക്കുന്നത്. അപ്പോ ഈ ഒരു സ്പീക്കറിൽ രണ്ട് സൈഡായിട്ട് സെബ്രോണിക്സ് അത്യാവശ്യം നല്ല ബാസാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പീക്കറിന്റെ ഹാൻഡിൽ ബാറിൽ വന്നിട്ട് സൗണ്ട് ഫെസ്റ്റ് 500 അവരുടെ പ്രോഡക്റ്റിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് തന്നെ ഇവിടെ കുറച്ച് സ്വിച്ചസ് നമുക്ക് കാണാം. ആദ്യത്തെ സ്വിച്ച് വന്നിട്ട് നമുക്ക് പവർ ഓൺ ബട്ടൺ, രണ്ടാമത് വന്നിട്ട് TWS വന്നിട്ട് ഇതേപോലെ വേറൊരു സ്പീക്കർ ഉണ്ടെങ്കിൽ ആ ഒരു സ്പീക്കർ കണക്ട് ചെയ്തിട്ട് രണ്ടും കൂടി യൂസ് ചെയ്യാൻ ഉള്ള ഒരു ഫീച്ചറാണ് ഈ TWS. മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് ഇതില് ഓരോ മോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ്. അതുപോലെ തന്നെ പോസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൂടി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ RGB ലൈറ്റ് ഓഫ് ആക്കാനും ഓൺ ആക്കാനും വേറൊരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ വോളിയം ഇൻക്രീസും കുറയ്ക്കാനുമായിട്ട് വേറെ രണ്ട് ബട്ടണും കൂടി വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്പീക്കറിന്റെ ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കറിന്റെ ബാക്ക് സൈഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ DC 5 വോൾട്ട് ഓക്സ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ആദ്യം തന്നെ USB-യുടെ ഒരു പോർട്ട് വരുന്നുണ്ട്. രണ്ടാമതായിട്ട് 5 വോൾട്ട് DC സപ്ലൈ ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ട് വരുന്നുണ്ട്. ഓക്സ് കേബിൾ കുത്താനും അതുപോലെ SD കാർഡ് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു SD കാർഡിന്റെ ഒരു പോർട്ടും വരുന്നുണ്ട്. അതിന്റെ റീസെറ്റ് ചെറിയൊരു ഇതും കൂടി വരുന്നുണ്ട് റീസെറ്റിന്റെ. ഇങ്ങനെയാണ് ഇതിന്റെ ബാക്കിൽ വരുന്നത്. പക്ഷെ ബാക്കിൽ സ്പീക്കറില്ല, ഇതേപോലെ പ്ലെയിൻ ആണ്. സ്പീക്കറിന് രണ്ട് ഭാഗത്തായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള രണ്ട് ഇതും വരുന്നുണ്ട്. ഇതെന്തിനാ വെച്ചപ്പോ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കഴുത്ത് തൂക്കിയിടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് സെബ്രോണിക്സ് ഈ ഒരു സ്പീക്കർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൈസ്, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ ഒരു ഫ്രണ്ട് ലുക്ക്. ഇത് വന്നിട്ട് മെറ്റൽ ടൈപ്പാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. രണ്ട് സ്പീക്കർ നമുക്ക് കാണാം. അതുപോലെ തന്നെ സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ്ങും സെന്ററിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പറഞ്ഞ ലാഗ് ആക്കുന്നില്ല. ഞാനിത് ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. Zebronics for life. Bluetooth mode. സ്പീക്കർ ഓണാക്കുമ്പോൾ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ വോയിസ് ആണ് സെബ്രോണിക്സ് ഈ സ്പീക്കറിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു സ്പീക്കറിന് രണ്ട് ഭാഗത്തായിട്ടാണ് RGB ലൈറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മേലെ നമുക്ക് കാണാം ചാർജിങ്ങിന്റെ എത്ര ബാറ്ററി ചാർജ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 2 പോയിന്റ് കാണിക്കുന്നുള്ളൂ. 4 പോയിന്റ് ഉണ്ടായിരുന്നാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ പവർ ഓൺ ബട്ടണിലെ ചുറ്റും ഇതേപോലെ ലൈറ്റും കാണാം. നമുക്ക് ഇവിടെ ഒരു മൈക്കും കാണുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഈ ഒരു സ്പീക്കറിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്പീക്കറിൽ വന്നിട്ട് ഔട്ട്പുട്ട് പവർ വന്നിട്ട് 70 വോൾട്ടാണ്. 35+35 അങ്ങനെ 70 വോൾട്ടാണ് ഈ ഒരു സ്പീക്കറിൽ വരുന്നത്. അതുപോലെ മാക്സിമം സപ്പോർട്ട് സൈസ് മെമ്മറി വന്നിട്ട് 32 GB സപ്പോർട്ട് ആവുള്ളൂ. അതിൽ തന്നെ ഇവിടെ ഒരു സ്വിച്ച് പരിചയപ്പെടുത്തിയിരുന്നു RGB ലൈറ്റ് ഓഫ് ആക്കാനും ഓൺ ആക്കാനും. അപ്പോൾ നമുക്ക്
ആവശ്യമില്ലെങ്കിൽ RGB ലൈറ്റ് ഓഫ് ആക്കാം. അതുപോലെ തന്നെ പാർട്ടി മോഡൊക്കെ ആണെങ്കിൽ RGB ലൈറ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് സോങ് കേൾക്കാം. ഗൈസ്, അതുപോലെ തന്നെ ഇവര് ചാർജിങ് ടൈം പറയുന്നത് 3.5 മണിക്കൂറാണ് ചാർജിങ് ടൈം പറയുന്നത് ഫുൾ ചാർജ് ആവാൻ. അപ്പോൾ ഫുൾ ചാർജ് ചെയ്ത് നമ്മ യൂസ് ചെയ്യുന്ന പ്ലേ ബൈ ടൈം വന്നിട്ട് 9 മണിക്കൂറാണ് ഇവർ പറയുന്നത്. പക്ഷേ നമ്മ യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും ഇതിന്റെ ചാർജ് നിൽക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ടിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് 9 മണിക്കൂർ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിന്റെ വെയിറ്റ്. നമ്മളിപ്പോ കാണുമ്പോൾ അത്ര വെയിറ്റ് ഇല്ല എന്നായിരിക്കും ഒരു ധാരണ, പക്ഷെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 2.5 കിലോ ആണ് ഈ ഒരു സ്പീക്കറിന് വരുന്ന വെയിറ്റ്. അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഞാൻ ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് സൗണ്ട് ക്വാളിറ്റി കാണിച്ചു തരാം. Z Sound Feast 500 is now connected. ഗൈസ്, അപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. സോങ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇത് നോർമൽ സൗണ്ട്, വോളിയം ഇൻക്രീസ് ചെയ്ത് കാണിച്ചു തരാം. Max volume. Looking in like, oh wow, look at them, your time passed. Look again, now my glasses to the brim. I'm throwing passes to the rim. Shot, keep going in. Not too bad for middlemen. Took some chances. Put the past on ice. I was bad like Mike, now I'm good like Henderson, boy, we gon' be alright. I just double my price, I get love on sight, that's the only love I like. Now look at that, we nice. Put the past on ice, now look at that, we nice. Put the past on ice, now look at that, we nice. On the outside, looking in. When you're here with me, baby, say the word and we can disappear. We'll run all the lights to our getaway. Oh, you're my getaway. Let's get away. Seeing all the tablets that we need to leave. And if we make it out, it won't be made believe. We'll run all the lights to our getaway.